ഏതച്ഛനാ? ശ്യാമ നിനക്ക് അങ്ങനെ ഒരു അച്ഛനില്ല. അയാൾ അയാളുടെ കാര്യം നോക്കി ജീവിക്കട്ടെ. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാ ഇനി ജീവിക്കാൻ പോകുന്നേ. ഇനി മേലാൽ അച്ഛന്റെ കാര്യം ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറയും, എനിക്ക് എന്റെ അച്ഛനെ കാണണം. ആഹാ, നീ അച്ഛനെ കാണണമെന്നല്ലേ? അമ്മേ, ഇത്തിരി പോന്ന കുട്ടിയോടാണ് ഈ ദേഷ്യം കാണിക്കുന്നത്. പോട്ട് മോളെ, എന്താ ശ്യാമ ഈ കാണിക്കുന്നെ? എന്തിനാ മോളെ തല്ലുന്നേ? അപ്പൊ കുഞ്ഞിച്ചി ഇവളി പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഈ രാത്രിയില് ഞാൻ എവിടെ പോയി വിളിച്ചോണ്ട് വരാനാ ഇവളുടെ അച്ഛനെ? അല്ലെങ്കിൽ തന്നെ ഞാൻ വിളിച്ചാ വരുന്ന ഒരാളാണോ അയാള്? അതെന്താ ഇവള് മനസ്സിലാക്കാത്ത? ശ്യാമ, അവള് കുഞ്ഞല്ലേ. നമ്മളെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള പ്രായമൊന്നും അവൾക്ക് ആയിട്ടില്ലല്ലോ. പിന്നെ കുട്ടികളല്ലേ, കുറച്ചൊക്കെ നിർബന്ധവും അനുസരണക്കേടും ഒക്കെ ഉണ്ടാവും. എന്നാലേ ഇവളെ ഒന്ന് അനുസരണ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വരാനാ പറഞ്ഞേ. വന്നില്ലെങ്കിൽ നല്ല അടി കിട്ടുവേ. വാടി ഇവിടെ. വരാനാ പറഞ്ഞത്. ഇങ്ങനെ പിടിച്ച് വലിക്കല്ലേ. അതെ, എനിക്കറിയാം എന്റെ കൊച്ചിനോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന്. ഒരു അവകാശവാദം പറഞ്ഞു ഒരാളും വന്നിക്കരുത്. വാടി ഇവിടെ. ഇത്രയും നാളും വളർത്താങ്കിലേ ഇനി അങ്ങോട്ട് വളർത്താനും എനിക്കറിയാം. വാടി ഇവിടെ. പറഞ്ഞു ശ്യാമ. എടി, ഇവളെന്താടി ഇങ്ങനെ? അവളാകെ മാറിയിരിക്കുക അമ്മ. അവളുടെ ജീവിതം അവളെ തന്നെ മാറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളാരും അവൾക്ക് വേണ്ടി ചെയ്തൊന്നും അവളുടെ മനസ്സിലില്ല. പപ്പിമോളുടെ നിർബന്ധം കണ്ടില്ലേ? രോഹിത്താണ് അവളുടെ മനസ്സിൽ ഇപ്പോഴും അച്ഛൻ. പക്ഷെ രോഹിത്തിന് ഇനി പപ്പി അങ്ങനെ കാണാൻ കഴിയോ? മോളേന്ന് പോലും വിളിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ എങ്ങനെ പരിഹാരം കാണുമെന്ന? പരിഹാരം ഒന്നേ ഉള്ളൂ. രോഹിത് അല്ല, വിഷ്ണു ആണ് പപ്പിയുടെ അച്ഛനെന്ന് പപ്പി അറിയിക്കുക. അമ്മേ, അത് വേണ്ട. അമ്മ എന്താ ഈ പറയുന്നേ? അത് ചിലപ്പോ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടു ചെല്ലൂ. ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ അമ്മയും കണ്ടതല്ലേ. അത് മാത്രമല്ല, പപ്പിയുടെ കുഞ്ഞു മനസ്സിന് പെട്ടെന്ന് ഇതറിയുമ്പോൾ വല്ലാത്ത ഷോക്കും ആവും. ചെറിയ ചിന്തയിൽ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയാനും പറ്റില്ല. ശാലിനി, കേറി വാ മോനെ. ഇതെന്താ കാര്യമായിട്ടുള്ള വിഷയം സംസാരിക്കാണ് തോന്നുന്നു. പപ്പിയുടെ കാര്യം. അവള് അച്ഛനെ കാണണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കാം. അതിന്റെ പേരില് മോളെ ശ്യാമ തല്ലുകയും ചെയ്തു. ചിന്തിച്ചിട്ട് ഒരു അന്തവും കിട്ടുന്നില്ല. ഇവരുടെ ഈ എങ്ങും എത്താത്ത ജീവിതത്തിനിടയിൽ പെട്ടുപോയിരിക്കുന്നത് പപ്പി മോളാ. അവനെ ഞാനിപ്പോ കണ്ടേ ഉള്ളൂ. അവൻ മുഴുവനായും സുസ്മിതനെയും ചന്ദ്രബോസിന്റെ അടിമയായിട്ട് നിൽക്കുക. അവനെ കൂടെ നിർത്തുന്ന അവന്റെ കുടുംബം തകർക്കാനാണെന്ന് അവൻ ഇതുവരെ മനസ്സിലാക്കുന്നില്ല. എങ്ങനെ മനസ്സിലാകാനാ? ഒഴിച്ചു കൊടുക്കുന്ന മദ്യമല്ലേ അവനെ ഇപ്പൊ മുന്നോട്ട് നയിക്കുന്നത്. ഭാര്യയും വേണ്ട, കൊച്ചും വേണ്ട. എന്തായാലും ഞാൻ അവനെ തനിച്ചൊന്ന് കാണാനിരിക്കുക. അപ്പൊ ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. അല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താന്ന് വെച്ചാ നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. ഞാൻ ചായ എടുക്കാം. വേണ്ട ശാരദമ്മേ, ചായ ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ അമ്മ അവിടെ ചോറ് വിളമ്പി കാത്തിരിക്കുകയോ. ഇനിയിപ്പോ ചെന്ന് കഴിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ ബഹളം തുടങ്ങും.
എടുക്കണ്ടമ്മേ. ഇതിപ്പോ പേരിനൊരു വഴിപാട് കഴിക്കാനെന്ന പേരിൽ ഇങ്ങോട്ട് കയറിയതാ. കാത്തിരിക്കാനും പരിഭവം പറയാനും ഇവിടെ ആരും ഇല്ലല്ലോ. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പോകുന്നു. അത് തന്നെയാ നല്ലത്. അതെ, ഈ പരിഭവം കാണാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. ആണാ? പിന്നല്ലേ, വന്ന ഉടനെ അമ്മ കാത്തിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ആഗ്രഹങ്ങളൊക്കെ എനിക്കും ഉണ്ട്. ഞാനൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒന്നിച്ചൊന്ന് പുറത്തു പോവാൻ, ഒന്നിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മോഹങ്ങൾ. അമ്മയുടെ സന്തോഷവും ആഗ്രഹങ്ങളും ശ്രദ്ധയോടെ നടപ്പാക്കുന്നതിനിടയിൽ ഒരല്പം പരിഗണന എനിക്കിവിടെ തരണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കിട്ടുന്ന സമയങ്ങളിലെങ്കിലും. ഭാര്യയായി പോയില്ലേ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ മക്കള് പഠിക്കുക? ആ, രണ്ടുപേർക്ക് നാളെ എന്തോ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്നാ തോന്നുന്നു. സത്യായിരുന്നു പഠിക്കുന്നുണ്ട്. പപ്പയെ പഠിപ്പിക്കാനുള്ള ശ്രമം അടിയിൽ കലാശിച്ച്. അതെ, ഇതേ കുറച്ച് നാടൻ മാമ്പഴാ, പിള്ളേർക്ക് ഇഷ്ടാവും. കണ്ടില്ലേ, അപ്പോഴും മക്കള് അമ്മയെ ഒഴിവാക്കി. അയ്യോ എന്റെ പൊന്നെ, ഇത് അമ്മയ്ക്ക് കൂടി കൊണ്ടുവന്നതാ. ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്നുള്ളൂ. ഇനി എന്തിനു നിക്കുന്ന? ചായ കുടിക്കുന്നില്ല, ചോറും കഴിക്കുന്നില്ല. അമ്മ അവിടെ അതെല്ലാം കരുതി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് വിഷമിക്കണ്ട, പൊക്കോ. പോകാൻ പോട്ടെ. വിഷ്ണുവേട്ടാ, വഴക്കായിട്ട് പറഞ്ഞതല്ല. വിഷ്ണുവേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓഹോ, സത്യാമ്മയുടെ സ്വഭാവവും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. വിഷ്ണുവേട്ടൻ പൊക്കും. പോട്ടെ. എന്നാ ശരി, ഞാൻ പോവാം. എന്താ പോകുന്നില്ലേ? നമുക്കേ ഒരു നൈറ്റ് ഡ്രൈവിങ്ങിന് പോയാലോ? നൈറ്റ് ഡ്രൈവിങ്ങിനാ? രാത്രിയിലൊരു ചുറ്റല്, പാർക്ക്, ബീച്ച്, പിന്നെ താൻ പറഞ്ഞ പോലെ ഒന്നിച്ചിരുന്നൊരല്പം ഭക്ഷണം കഴിക്കാം. അങ്ങനെ ചെറിയ ചെറിയ മോഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര. എന്നിട്ട് കഴിയുന്ന നമുക്ക് നേരത്തെ തിരിച്ചെത്താം. പോവാ, വാ, അങ്ങോട്ട് പോവാ, വാ. അല്ല, അമ്മ അതൊക്കെ നമുക്ക് പിന്നീട് വിളിച്ചാൽ. ഇങ്ങോട്ട് പോവാം. ഇവിടെ വാ, കേറിക്കോ. ഇതിലോ? ആ, പിന്നല്ലാതെ. എന്തേ, കേറ്. അല്ല, അമ്മ അമ്മയോടൊക്കെ നമുക്ക് ഫോണിൽ വിളിച്ച് സമ്മതം വാങ്ങിക്കാം. താൻ കേറ്, വാ. എന്നെ ദേഷ്യം പിടിപ്പിക്കല്, വരുന്നോ ഇല്ലയോ? പോണോ വേണ്ടേ? ഒറ്റ ഉത്തരം, പോണോ വേണ്ടേ? ഇപ്പൊ പോയിട്ടെന്താ, നമുക്ക് നേരം പുലരുന്നവരെ പരസ്പരം കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞ് എവിടെയെങ്കിലൊക്കെ പോയി കുറേ അധികം നേരം കൂടി ഇരിക്കാം. കുറേ നാളെ എൻ്റെ കൊച്ചു ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ. അപ്പൊ ഇനിയുള്ള സമയത്തെങ്കിലും പരസ്പരം സ്നേഹിച്ച് നമുക്ക് അല്പനേരം എവിടെയെങ്കിലൊക്കെ ഇരിക്കാം. ഇരുന്നിട്ടോ? ഇരുന്നിട്ട് എന്താ, കൊതി ഇരുന്നേരം നമുക്ക് സംസാരിച്ചിരിക്കാം. സംസാരിച്ചിട്ടോ? സംസാരിച്ചിട്ട് പെണ്ണെ, ഒരുമാതിരി എന്നെ പട്ടുപിടിപ്പിക്കല്ലേ. സംസാരിച്ചിട്ട് എന്താന്ന് ചോദിച്ചാ നമുക്കങ്ങ് പ്രേമിക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. വരുന്നെങ്കിൽ വാ. എനിക്ക് ഈ കാര്യത്തിൽ വലിയ പരിചയമൊന്നുമില്ല, പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ലേ. കോളേജിലൊക്കെ പോയിരുന്നെങ്കിൽ ഞാനും നന്നായിട്ടങ്ങ് പ്രണയിച്ചേനെ. ഇനിയിപ്പോൾ എന്താ ചെയ്യേ?
ഇപ്പൊ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണാക്കിയാ പോരെ. ഹൈ, അത് എന്താ? നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് പ്രകൃതി തന്നെ നമുക്ക് പ്രണയിക്കാനുള്ള ചമയക്കൂട്ടൊരുങ്ങിയിരിക്കുന്നുണ്ടാ. നല്ല രസമുള്ള കാഴ്ച അല്ലേ? അല്ല, അതിലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കണേ. ഈ നിലാവിന്റെ പ്രഭയിലെ ശരിക്കും എന്റെ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയാ. എന്റെ വിഷ്ണുട്ടൻ തന്നെയാണ് ഈ പറയുന്നത്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനിയുണ്ട് മനസ്സിൽ സൂക്ഷിച്ചൊരു അടിപൊളി ഡയലോഗ്. തന്നെ പ്രണയിച്ച് നടന്നിരുന്ന കാലത്തെ പറയാൻ പറ്റാതെ അങ്ങനെ മനസ്സിലാട്ടക്കി ഒതുക്കി കൊണ്ടു കിടന്നിരുന്ന ഡയലോഗ് ഏതാണെന്നറിയോ? നമ്മുടെ ലാലേട്ടന്റെ പഴയ ഒരു സിനിമയിലെ ഡയലോഗ്. തനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ഡയലോഗ്. എന്തുകൊണ്ടും ഇപ്പൊ അതിവിടെ പറയാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ഒരു കാലത്തെ ഈ ചെറുപ്പക്കാരുടെ ചുണ്ടുകളിൽ നിന്നും പ്രണയിനികളുടെ കാതുകളിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി എത്തിയിരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഡയലോഗ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അതിവിടെ എൻ്റെ പ്രണയിനിക്ക് വേണ്ടിയിട്ട് പറയാം. എന്താ പറയട്ടെ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് കേൾക്കട്ടെ. അതെല്ലാം വിഷ്ണുട്ടനിലൂടെ കേൾക്കാൻ കൊത്തിയായിട്ട് വയ്യ. ഓക്കെ, പറയാ, ഞാനത് പ്രിപ്പയർ ആവേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്യണോ? എന്നാലല്ലേ ഫീൽ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഡയലോഗ് പറയട്ടെ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളികൾ തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. ഓക്കെ അല്ലേ? നമുക്ക് പോവാം. പോവാം. ഇങ്ങോട്ടോ അടുത്തിരിക്കും. ഞാൻ കാണും നേരം തൊട്ടേ നീ എൻ പെണ്ണ്, കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ്, കാന്താരി പൂവായാദ്യം തോന്നും പെണ്ണ്, അറിയാതെ അറിയാതെന്റെ സഖിയാം പെണ്ണ്, മഴവില്ലിൻ ചേലിൽ സ്നേഹം മെയ്യും തൂവൽ കൂടുണ്ടേ, അതിലെന്നും എന്നും കൂടെ കൂടാ നോമൽ പെണ്ണുണ്ട്, അവളില്ലെങ്കിൽ ഞാനില്ലീ മണ്ണിൽ എല്ലാം എൻ പെണ്ണ്. വെണ്ണില തിങ്കളിൽ താലിയോടെ എന്നിലൻ പാതിയായി ചേർന്ന പെണ്ണ്, മഞ്ഞുനീ തുള്ളിയായി എന്റെ ഉള്ളിൽ പിന്നെയും പിന്നെയും പെയ്ത പെണ്ണ്, ഞാൻ കാണും നേരം തൊട്ടേ നീ എൻ പെണ്ണ്, കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ്.
ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നതാ ഇവിടെ. എന്റെ ബാപ്പ വലിയ പ്രകൃതി സ്നേഹിയായിരുന്നു. എവിടെ എന്ത് നടണമെന്നും അതിനെ എങ്ങനെ പരിപാലിക്കണമെന്നൊക്കെ നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. ബാപ്പ പോയതോടെ അതെല്ലാം പോയി. കപ്പയും കാച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നേരം കഴിയാൻ അത് തന്നെ ധാരാളമെന്ന് മനസ്സിലാക്കി തന്നതും ബാപ്പ തന്നെയാ. അങ്ങനെ കഴിഞ്ഞിട്ടുമുണ്ട് കുറെ അധികം നാളുകൾ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്ന് കേൾക്കാനോ ഗൗനിക്കാനോ പ്രാവർത്തിയാക്കാനോ സമയവുമില്ല, അതിനൊട്ട് താല്പര്യവുമില്ല. പക്ഷേ സുബേറിന്റെ മോള് പിടിക്കുക കേട്ടോ. എന്തിനെ കുറിച്ച് നല്ല അറിവുണ്ട്, പഠിക്കാനും പിടിക്കുക ഇല്ലയോ? ഉവ്, പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കൊക്കെ നല്ല മതിപ്പാ. ആ എപ്പോ കണ്ടാലും 100ന്റെ പഠിത്തം, അതാണ് അവർക്കറിയേണ്ടത്. ആ അതെ, അത് ചില കുട്ടികൾ കിട്ടുന്ന അനുഗ്രഹമാ സുബേറെ. അങ്ങനെ അത് എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല. ദേ ഇപ്പൊ തന്നെ എന്റെ മോൻ വിഷ്ണുവിനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് അവൻ പഠിച്ചോ? ഇല്ലല്ലോ. അതാ പറഞ്ഞത്, അങ്ങനെ പഠിക്കാനായിട്ട് അനുഗ്രഹം കിട്ടുന്ന മക്കളെ നമ്മൾ അവരുടെ ഇഷ്ടം തീരുന്നവരെ പഠിപ്പിക്കണം. ഇനി സുബേർ അറിയാൻ പോകുന്നത് അവളുടെ പഠിത്തത്തിന്റെ മഹത്വത്തിലൂടെ ആയിരിക്കണം. അതിനി നടക്കുമെന്ന് തോന്നില്ല. 100ന്റെ വിവാഹം നിശ്ചയിച്ചു, പെങ്ങളുടെ മോനുമായിട്ടാ. ഇനി പഠിത്തമൊക്കെ വേണമെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടും പഠിക്കാലോ. അല്ല, ഈ 100നെ കിട്ടാൻ പോകുന്ന ചെക്കനെ എത്ര പേര് പഠിച്ചു സുബേറെ? അവൻ 10 വരെ. നല്ല ബിസിനസ് മൈൻഡ് അവന്. കാശുണ്ടാക്കുന്ന കാര്യത്തില് ഇപ്പോഴേ മിടുക്കനവൻ. സുബേറെ, ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒന്നായി കാശെന്ന് പറയുന്നതേ. പക്ഷെ പഠിത്തം ഉണ്ടെങ്കിൽ അത് ജീവിതാന്ത്യം വരെ നിലനിൽക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സുകാരനായ ഭർത്താവേ ഒരു തരത്തിലും ആ കൊച്ചിനെ തുടർന്ന് പഠിപ്പിക്കത്തില്ലടോ. അതിനെ അവർ അടുക്കളയ്ക്കകത്ത് തളച്ചിടാനേ ശ്രമിക്കത്തുള്ളൂ. സുബേറെ, അവളെ പഠിപ്പിക്ക്. അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. സ്വന്തമായിട്ട് നിൽക്കാൻ കരുത്തുണ്ടാക്കിയിട്ട് അവളെ പറഞ്ഞു വിട്. പിന്നീട് ഒരിക്കൽ അവൻ അവളെ തള്ളി പറഞ്ഞാലുവേ അവൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാലോ. അതെ, കാശ് കൊടുത്താൽ കിട്ടുകയില്ല. ദേ, എന്റെ മരുമോൾ ശാലിനി, അവൾ കഷ്ടപ്പെട്ട് നേടിയതാ ഈ IAS. അവൾക്കുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും അവൾ നേരിട്ടതുവേ ഈ ജോലി ഉണ്ടായതുകൊണ്ട് മാത്രമാ. അല്ല, പഠിക്കാൻ പിടിക്കുമല്ലോ നൂർജഹാൻ. അപ്പം അവളെ അതിനെ അനുവദിക്ക്. 100നെ കെട്ടാൻ പോകുന്ന പെങ്ങള മോനല്ലയോ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കേ. ദേ, എന്തെങ്കിലും നൂർജഹാന് വേണ്ടി സുബേറിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആലോചിക്ക്. എന്നിട്ട് ആ കൊച്ചിനെ പഠിപ്പിക്കാൻ നോക്ക്. അവൾ എന്നും സന്തോഷവതായിട്ടിരിക്കാൻ സുബേർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. എത്രയായി? 100. പിള്ളേ, നല്ലൊരു ഷോപ്പിംഗ് നടത്തിയ മട്ടുണ്ടല്ലോ. എന്താ വിശേഷം? എന്തെങ്കിലും ഒരു വരുമാന മാർഗം നോക്കണ്ടേ? അതിനൊരു യൂണിറ്റ് തുടങ്ങാന്ന് വെച്ചു. പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്ത് കടകളിൽ കൊടുക്കുന്ന പരിപാടിയാ. എത്രത്തോളം അത് വിജയിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ചെയ്തു നോക്കാമെന്ന് വെച്ചു. എന്തും നമ്മൾ ധൈര്യത്തോടെ ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയാലല്ലേ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ചെയ്യേ, ഇത് നല്ല രാശിയുള്ള സ്ഥലവാ. എന്ത് ചെയ്താലും വിജയിക്കും. ഞാൻ തന്നെയാ അതിന് ഉദാഹരണം. അപ്പോ പുതിയ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. നൂറ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോന്നതാ. ചെന്നില്ലെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ രാഘവൻ നായർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഹലോ. മോളെ. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ.